ഹലോ എവറി വൺ. ഇന്ന് നമ്മൾ പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചെറിയ അധ്യായങ്ങൾ പാർട്ട് 4 ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ടോപ്പിക് ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ പേര്. ഒന്നാം ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാം ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ. രണ്ടാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. രണ്ടാം ഗ്രൂപ്പ് 3 to 12 സംക്രമണ മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 3 to 12 ഗ്രൂപ്പ് സംക്രമണ മൂലകങ്ങൾ. 13ാം ഗ്രൂപ്പ് ബോറോൺ കുടുംബമാണ്. 13ാം ഗ്രൂപ്പ് ബോറോൺ കുടുംബം. 14ാം ഗ്രൂപ്പ് കാർബൺ കുടുംബം. 13ാം ഗ്രൂപ്പ് ബോറോൺ കുടുംബം, 14ാം ഗ്രൂപ്പ് കാർബൺ കുടുംബം. 15ാം ഗ്രൂപ്പോ നൈട്രജൻ കുടുംബം. 16ാം ഗ്രൂപ്പ് ഓക്സിജൻ ഓർ ചാൽക്കോജനുകൾ കുടുംബം. 17ാം കുടുംബം ഹാലോജനുകൾ. 18ാം ഗ്രൂപ്പ് അലസവാതകങ്ങൾ ഓർ സീറോ ഗ്രൂപ്പ്. 18ാം ഗ്രൂപ്പ് അലസവാതകങ്ങൾ ഓർ സീറോ ഗ്രൂപ്പ്. 17ാം ഗ്രൂപ്പ് ഹാലോജൻസ്. 16th ഗ്രൂപ്പ് ഓക്സിജൻ ഓർ ചാൽക്കോജനുകൾ. 15 നൈട്രജൻ. 14 കാർബൺ. 13 ബോറോൺ. 3 to 12 ഗ്രൂപ്പ് സംക്രമണ മൂലകങ്ങൾ. രണ്ടാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലി മെറ്റൽസ്. ഓക്കെ, ബ്ലോക്ക് മൂലകങ്ങൾ. ഓക്കെ, ഒന്നാം ഗ്രൂപ്പും രണ്ടാം ഗ്രൂപ്പും എസ് ബ്ലോക്കിലാണുള്ളത്. ഒന്നാം ഗ്രൂപ്പും രണ്ടാം ഗ്രൂപ്പും, അതായത് ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. 3 to 12 ഗ്രൂപ്പ് സംക്രമണ മൂലകങ്ങൾ ഡി ബ്ലോക്ക് ആണ്. 3 to 12 ഗ്രൂപ്പ് സംക്രമണ മൂലകങ്ങൾ 12ാം ഡി ബ്ലോക്ക് ആണ്. 13 to 18 ഗ്രൂപ്പ് പി ബ്ലോക്ക് ആണ്. പി ബ്ലോക്ക് 13 to 18 ഗ്രൂപ്പ്. ലന്തനൈഡുകളും ആക്ടിനൈഡുകളും എഫ് ബ്ലോക്ക് ആണ്. ലന്തനൈഡുകളും ആക്ടിനൈഡുകളും എഫ് ബ്ലോക്ക് ആണ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് അയനാന്തങ്ങൾ. ഉത്തരായനാന്തം, ഗ്രീഷ്മ അയനാന്തം, കർക്കിടക അയനാന്തം എന്നൊക്കെ അറിയപ്പെടുന്നു. ഉത്തരായനാന്തം, ഗ്രീഷ്മ അയനാന്തം, കർക്കിടക അയനാന്തം എന്നറിയപ്പെടുന്നു. ജൂൺ 21 ഉത്തരായനാന്തം ജൂൺ 21. ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യം കൂടിയ പകൽ, ദക്ഷിണാർദ്ധഗോളത്തിൽ ദൈർഘ്യം കൂടിയ രാത്രി. ഉത്തരായനാന്തം, ഗ്രീഷ്മ അയനാന്തം, കർക്കിടക അയനാന്തം എന്നറിയപ്പെടുന്നു. ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യം കൂടിയ പകല് ഈ സമയത്ത് ഉണ്ടാവും. ജൂൺ 21 ഉണ്ടാകുന്നു. അതേപോലെ ദക്ഷിണ അർദ്ധഗോളത്തിൽ ദൈർഘ്യം കൂടിയ രാത്രിയും കാണപ്പെടുന്നു. ഓക്കെ, ദക്ഷിണായനാന്തം ശൈത്യ അയനാന്തം, മകര അയനാന്തം എന്നൊക്കെ അറിയപ്പെടുന്നു. ഇതെന്നാണ് ഡിസംബർ 22 ദക്ഷിണ അയനാന്തം. ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യം കൂടിയ രാത്രി എന്നാണ് ദക്ഷിണായനാന്തത്തിന്റെ സമയത്താണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ദൈർഘ്യം കൂടിയ പകലും ഡിസംബർ 22 കാണപ്പെടുന്നു. ഉത്തരായനാന്തം ജൂൺ 21, ദക്ഷിണായനാന്തം ഡിസംബർ 22. ഓക്കെ, വസന്തകാല വിഷുവം എന്നാണ് മാർച്ച് 21. വസന്തകാല വിഷുവം മാർച്ച് 21. ശരത്കാല വിഷുവം എന്നാണ്. ശരത്കാല വിഷുവം സെപ്റ്റംബർ 23. ശരത്കാല വിഷുവം സെപ്റ്റംബർ 23. ശരത്കാല വിഷുവം സെപ്റ്റംബർ 23. പെരിഹീലിയൻ എന്നാണ് ജനുവരി 3. പെരിഹീലിയൻ ജനുവരി 3. അതായത് പെരിഹീലിയൻ എന്ന് പറഞ്ഞാൽ നോക്കാം. Perihelion is the point in the orbit of a celestial body where it is closest to the sun. For Earth, this event occurs around early January each year when our planet is approximately 147 million kilometers away from the sun. So, perihelion എന്ന് പറയുന്നത് ഭൂമി സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള സമയമാണ് പെരിഹീലിയൻ. അത് ജനുവരി 3. അപ്ഹീലിയൻ എന്ന് പറയുന്നത് ഭൂമി സൂര്യന്റെ ഏറ്റവും അകലെ കാണപ്പെടുന്നത് ജൂലൈ 4. അപ്ഹീലിയൻ ജൂലൈ 4, പെരിഹീലിയൻ ജനുവരി 3. സമരാത്ര ദിനങ്ങൾ എന്നൊക്കെയാണ് മാർച്ച് 21, സെപ്റ്റംബർ 26. മാർച്ച് 21 തന്നെയാണ് വസന്തകാല വിഷുവം. സെപ്റ്റംബർ 23 ശരത്കാല വിഷുവം.
ഇവ രണ്ടും സമരാത്ര ദിനങ്ങളായി അറിയപ്പെടുന്നു. മാർച്ച് 21 സെപ്റ്റംബർ 23. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രാഥമിക ദ്വിതീയ വർണ്ണങ്ങൾ. പ്രാഥമിക ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പ്, പച്ച, നീല. ചുവപ്പ്, പച്ച, നീല. RBG. റെഡ്, ബ്ലൂ, ഗ്രീൻ. RBG. പ്രാഥമിക വർണ്ണങ്ങളാണ് ചുവപ്പ്, പച്ച, നീല. ചുവപ്പ്, പച്ച, നീല. ഓക്കെ. ദ്വിതീയ വർണ്ണങ്ങൾ. പച്ച പ്ലസ് ചുവപ്പ് മഞ്ഞയായിട്ട് മാറും. പച്ച പ്ലസ് ചുവപ്പ് മഞ്ഞ ആയിട്ട് മാറും. ചുവപ്പ് പ്ലസ് നീല മജന്തയായിട്ട് മാറും. ചുവപ്പ് പ്ലസ് നീല മജന്ത. നീല പ്ലസ് പച്ച സിയാൻ. ഓക്കെ. അപ്പൊ ഇതിനൊരു ട്രിക്ക് ഉണ്ട്. ഗാംഗുലിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങി ചത്തു. ഗാംഗുലിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങി ചത്തു. അപ്പൊ ഗാംഗുലിയുടെ രണ്ടാം ഭാര്യ ഗ്രീൻ പ്ലസ് റെഡ്, യമുന അത് യെല്ലോ ആയിട്ട്. അപ്പോൾ ഗ്രീൻ പ്ലസ് റെഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു യെല്ലോ. യമുനയിൽ. ഓക്കെ. ഗാംഗുലിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങി ചത്തു. ഓക്കെ. അപ്പോൾ റെഡ് പ്ലസ് ബ്ലൂ എന്ന് പറയുന്നത് മജന്ത. റെഡ് പ്ലസ് ബ്ലൂ മജന്ത. ഗ്രീൻ പ്ലസ് ബ്ലൂ സിയാൻ. ഓക്കെ. ഗ്രീൻ പ്ലസ് ബ്ലൂ സിയാൻ. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഭൂമിശാസ്ത്ര രേഖകൾ. 0 ഡിഗ്രി അക്ഷാംശ രേഖ എന്തായിട്ട് അറിയപ്പെടുന്നു? 0 ഡിഗ്രി അക്ഷാംശ രേഖ ഭൂമധ്യരേഖ ഇക്വേറ്റർ എന്നറിയപ്പെടുന്നു. 0 ഡിഗ്രി അക്ഷാംശ രേഖ ഭൂമധ്യരേഖ ഇക്വേറ്റർ എന്ന രീതിയിൽ അറിയപ്പെടുന്നു. 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി തെക്ക് ദക്ഷിണായന രേഖ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. 23.5 ഡിഗ്രി തെക്ക് ദക്ഷിണായന രേഖ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. 66.5 ഡിഗ്രി വടക്ക് ആർട്ടിക് വൃത്തം, ആർട്ടിക് സർക്കിൾ എന്നറിയപ്പെടുന്നു. 66.5 ഡിഗ്രി വടക്ക് ആർട്ടിക് സർക്കിൾ എന്നറിയപ്പെടുന്നു. 66.5 ഡിഗ്രി തെക്ക് അന്റാർട്ടിക് വൃത്തം, അന്റാർട്ടിക് സർക്കിൾ എന്നറിയപ്പെടുന്നു. 90 ഡിഗ്രി വടക്ക് ഉത്തര ധ്രുവം, നോർത്ത് പോൾ എന്നറിയപ്പെടുന്നു. 90 ഡിഗ്രി തെക്ക് ദക്ഷിണ ധ്രുവം, സൗത്ത് പോൾ എന്നറിയപ്പെടുന്നു. 0 ഡിഗ്രി അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ഇക്വേറ്റർ ആണ്, ഭൂമധ്യരേഖ ഇക്വേറ്റർ. പക്ഷെ 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ എന്നാണ് അറിയപ്പെടുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് ലൈൻ, പ്രൈം മെറിഡിയൻ ലൈനും എന്നറിയപ്പെടുന്നു. ഗ്രീനിച്ച് ലൈൻ തന്നെയാണ് പ്രൈം മെറിഡിയൻ ലൈന്. അത് 0 ഡിഗ്രി രേഖാംശ രേഖയാണ്. 180 ഡിഗ്രി രേഖാംശ രേഖ എന്താണ്? 180 ഡിഗ്രി രേഖാംശ രേഖ എന്ന് പറയപ്പെടുന്നത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ്. ഇന്റർനാഷണൽ ടൈം ലൈൻ ആണ്. ഇന്റർനാഷണൽ ടൈം ലൈൻ 180 ഡിഗ്രി രേഖാംശ രേഖ. ഓക്കെ. 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖയാണ്, പ്രൈം മെറിഡിയൻ ലൈന്. 0 ഡിഗ്രി അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ഭൂമധ്യ രേഖയാണ്, ഇക്വേറ്റർ. നെക്സ്റ്റ് ടോപ്പിക് ആണ് ആണവ നിലയങ്ങൾ ഇന്ത്യയിൽ. ഇന്ത്യയിലെ ആണവ നിലയങ്ങളാണ് നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ. ആദ്യ ആണവ നിലയം എവിടെയാണ്? താരാപൂർ ആണ്, മഹാരാഷ്ട്ര. 1969 1969 ആദ്യ ആണവ നിലയം താരാപൂർ മഹാരാഷ്ട്ര. 1969. പിന്നെ ജയ്താംപൂർ എവിടെയാ? ജയ്താംപൂർ ആണവ നിലയം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ജയ്താംപൂർ മഹാരാഷ്ട്ര. കക്രപ്പാറ ഗുജറാത്തിലാണ്. കക്രപ്പാറ ആണവ നിലയം ഗുജറാത്തിലെ. നരോറ ആണവ നിലയം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. നരോറ ഉത്തർപ്രദേശ്. കൈഗ എവിടെയാണ്? കർണാടക. ഓക്കെ. കൈഗ കർണാടക. ഓക്കെ. കോട്ട റാവത്ത് ഭട്ട് എവിടെയാണ്? രാജസ്ഥാനാണ്. ഈ കോട്ട കോച്ചിങ് സെന്റേഴ്സ് കേട്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെ രാജസ്ഥാനിലാണ്. അപ്പൊ കോട്ട, റാവത്ത് ഭട്ട് രാജസ്ഥാൻ. കൂടംകുളം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. കൂടംകുളം തമിഴ്നാട്ടിലാണ്. കൽപ്പാക്കം എവിടെയാണ്? കൽപ്പാക്കം തമിഴ്നാടാണ്. കൽപ്പാക്കവും കൂടംകുളം തമിഴ്നാടാണ്. ആദ്യ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എവിടെയാണ്? കാമിനി, കൽപ്പാക്കത്താണ്. കാമിനി ആദ്യ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഏതാണ്? കാമിനിയാണ്, കൽപ്പാക്കത്തുള്ള കാമിനി.
ഓക്കെ, ആദ്യ റിയാക്ടർ ഏതാ? ആദ്യ റിയാക്ടർ അപ്സരയാണ്, അപ്സര. അപ്പൊ ആദ്യ റിയാക്ടർ അപ്സര, ആദ്യ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കാമിനി കൽപ്പാക്കം, കാമിനി കൽപ്പാക്കം കൂടംകുളം തമിഴ്നാടാണ്, കോട്ട റാവത്ഭട്ട് രാജസ്ഥാനാണ്, കൈഗ കർണാടകയാണ്, നരോറ ഉത്തർപ്രദേശാണ്, കക്രപാറ ഗുജറാത്താണ്, ജയ്താംപൂർ മഹാരാഷ്ട്രയാണ്. ആദ്യ ആണവ നിലയം താരാപൂർ ആണ്, മഹാരാഷ്ട്രയിലെ താരാപൂർ 1969 എസ്റ്റാബ്ലിഷ്ഡ് ആയി. Okay, thank you so much for listening me. We'll see you in next video. Thank you very much.